ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ വറുത്തരച്ച കോഴിക്കറിയാണ്. ഒരു വീഡിയോ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വറുത്തരച്ച കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. മല്ലിയും മുളകും ഒക്കെ നല്ലതുപോലെ വറുത്തെടുത്ത് അത് അരച്ചുണ്ടാക്കിയ കറിയാണ്. ഈ ഒരു കറിയുടെ രുചിയാവട്ടെ നമ്മുടെ അമ്മമാര് നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് നാടൻ കോഴി കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കാറ്ററിംഗ് സ്പെഷ്യൽ തേങ്ങയൊന്നും ചേർക്കാതെ മല്ലിയും മുളകും വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലാണ് ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിനായിട്ടാണ്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ചു കൊടുക്കാം. ചിക്കനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ മല്ലിയും മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്കൊരു 13 വറ്റൽ മുളകും 3 ടേബിൾ സ്പൂൺ അളവില് മുഴുവൻ മല്ലിയും 1/4 ടീസ്പൂൺ അളവില് കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് ഗരം മസാല കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 100 ഗ്രാം അളവില് കൊച്ചുള്ളിയും ഒരു 3 സവാളയും 2 ബോൾ വെളുത്തുള്ളിയും 7 പച്ചമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയും മുളകും കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചുവക്കെ ഒന്ന് ഫ്രൈ ചെയ്തുകൂടി എടുക്കാം. മസാലയെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ തേങ്ങയൊന്നും തന്നെ ചേർക്കുന്നില്ല. മസാല നല്ലതുപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു മണവും കൂടെ വരും. ആ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും മസാലയെ മാറ്റാം. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുള്ള മസാലയെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച സവാളയും കൊച്ചുള്ളിയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരച്ച സവാളയും ഉള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം ചൂടാറി വന്നിട്ടുള്ള മസാലയെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടി വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം വഴറ്റുന്ന ഉള്ളിയിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു തരി പോലും അടിയിൽ പിടിക്കാതെ വേണം വഴറ്റിയെടുക്കാനായിട്ടും. ഇനി ഈ വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ മസാലകൾ പെട്ടെന്നൊന്ന് മുരിഞ്ഞു കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളിയും സവാളയൊക്കെ നല്ലതുപോലെ തന്നെ മുരിഞ്ഞു കിട്ടണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസാലകൾ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയ മസാലയെ ഒന്ന് അരച്ചു വെച്ചിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇനി നമുക്ക് ഈ മസാലയെ നല്ലതുപോലെ ഉരുണ്ട് വരുന്ന പാകം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഒരു പാകമാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ വേണമെന്ന് ഇളക്കിയെടുക്കാനായിട്ട്. വഴറ്റിയെടുത്തിട്ടുള്ള മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 5 മിനിറ്റ് നേരം മസാലയും ചിക്കനും കൂടി ചേർത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. 5 മിനിറ്റ് നേരം നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ചിക്കൻ പീസുകൾ നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇതിനായിട്ടൊരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് നാടൻ കോഴിയൊക്കെ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. നാടൻ കോഴിയാണ് നിങ്ങൾ കറിക്കായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി അടച്ച് വേണം കറിയെ വേവിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ മൂടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കാനും വേണ്ടിയിട്ട് മൺചട്ടികളാണ് ഏറ്റവും നല്ലത്. 2 മിനിറ്റ് കൂടുമ്പോൾ മൂടി തുറന്ന് അടിച്ചേർത്ത്
ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ പീസുകളെല്ലാം നല്ലവണ്ണം വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയെ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് കറിയിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. കറിയെ താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു താളിപ്പ് ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചട്ടി നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വറവൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് വറവിനെ ചേർത്ത് കൊടുക്കേണ്ടത്. വറവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ചാറെല്ലാം നല്ല പോലെ വറ്റി കുറുകി നല്ല പാകമായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ, വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഇതുപോലൊരു കോഴിക്കറിയെ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തരാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോയ്ക്ക് വളരെ ലൈക്കുകൾ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ആവശ്യമായ വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും. ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.